നമസ്കാരം. മൈൻഡ് ഫോക്കസ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം COVID-19 ആൻഡ് ദി ചലഞ്ചസ്, ഹെൽപ്ലെസ്നെസ് ആൻഡ് വെൽഫെയർ ഓഫ് മെഡിക്കൽ ടീം. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകർ അനുഭവിക്കുന്ന വെല്ലുവിളികൾ, അവരുടെ നിസ്സഹായാവസ്ഥ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ക്ഷേമം നടപടികൾ, വെൽഫെയർ, ഈ വിഷയമാണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, കോവിഡ് എന്ന് പറയുന്നത് ലോകത്ത് ആദ്യം പുതിയതായിട്ട് വന്ന ഒരു സംഭവമാണ്. ഇതിനു മുമ്പ് നാം ഇങ്ങനെ ഇത്രയും വ്യാപകമായി ഉണ്ടായിട്ടുള്ള ഒരു പകർച്ചവ്യാധിയെ നേരിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ആശങ്കാകുലരാണ്. സർക്കാരുകൾ എല്ലാവരും ഇതിനെ എങ്ങനെ തടയിടാം എന്ന് ശ്രമിക്കുന്നു. കേന്ദ്ര സർക്കാർ മാക്സിമം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് സർക്കാരുകൾ അതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കേരള സർക്കാരാണെങ്കിൽ വളരെ കാര്യക്ഷമമായിട്ട് ഇക്കാര്യത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആരോഗ്യ പ്രവർത്തകർക്ക് പലതരത്തിലുള്ള പരിമിതികൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഞാൻ പറഞ്ഞു, ഇതൊരു പുതിയ രോഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ചികിത്സിക്കാനായിട്ട് മുന്നിലോട്ട് വരുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് ജീവനക്കാർ എല്ലാവരും അല്പം ആശങ്കാകുലരാണ്. അവർ പല പരിമിതികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പരിമിതി എന്താ നമുക്കറിയാം. അവരുടെ വേഷവിധാനം തന്നെ നോക്കിയാൽ, അവരുടെ വേഷം, അവർ PPE കിറ്റ്, ദേഹം മൊത്തം ഒരു കവചം ധരിക്കണം, ഒരു ഗൗൺ പോലത്തെ ഒരു സാധനം നമുക്കറിയാം. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? 8 മണിക്കൂർ, 12 മണിക്കൂർ, ചിലപ്പോൾ അതിൽ കൂടുതൽ അതിൽ തന്നെ നിൽക്കേണ്ടി വരും. ഈ സമയത്ത് അവർക്ക് അല്പം വെള്ളം കുടിക്കാനൊക്കില്ല, ആഹാരം കഴിക്കാനൊക്കില്ല, ക്ഷീണം വന്നാൽ പോലും ഒന്നും ചെയ്യാനൊക്കില്ല. എന്തിനേറെ ഒന്ന് പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ പോകണം, അതിന് പോലും പറ്റാറില്ല. പല ഡോക്ടർമാരും നഴ്സുമാർക്കും ഒക്കെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് തന്നെ നേരത്തെ നിലവിലുള്ള ചില അലർജി പോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ഒബ്സസീവ് കമ്പൾസീവ് പ്രോബ്ലംസ് ഉണ്ട്. അവർക്ക് ഒന്ന് ആലോചിച്ച് നോക്കി എന്തെല്ലാം ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്, അവരെന്തുമാത്രം സഹിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ ചികിത്സയുടെ മുൻപന്തിയിൽ നിൽക്കുന്നത് പ്രധാനമായിട്ടും ചെറുപ്പക്കാരായ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെയാണ് ഇതിന് നിയോഗിക്കപ്പെടുന്നത്. അവർക്ക് അവരുടേതായ ധാരാളം പരിമിതികളുണ്ട്. അടുത്ത കാലത്ത് കല്യാണം കഴിച്ച ആൾക്കാരായിരിക്കും, ചിലപ്പോൾ ജീവിത പങ്കാളി വേറെ എവിടെയെങ്കിലും ആയിരിക്കാം, ചെറിയ കുട്ടികളുള്ളവരുണ്ടാവാം, പ്രായമുള്ള മാതാപിതാക്കളുള്ളവരുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ വിവാഹത്തിന് വേണ്ടി എല്ലാം ഫിക്സ് ചെയ്തു, വിവാഹ ഡേറ്റൊക്കെ ഉറപ്പിച്ചു. പക്ഷേ ലോക്ക്ഡൗണും ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം വിവാഹം ഇൻഡെഫിനിറ്റായിട്ട് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇവരുടെയൊക്കെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ. അതുപോലെ തന്നെ ഇങ്ങനെ പണിയെടുക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും അവർ കാഷ്വാലിറ്റിയിലാണ് പണിയെടുക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാഷ്വാലിറ്റിയിൽ ജോലി ചെയ്യുന്ന, ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഹ്യൂജ് നമ്പർ ഓഫ് പേഷ്യൻസ്, ധാരാളം ആളുകൾ അവർ സിവിയറായിട്ട് സിക്കായിരിക്കും, വളരെ ഗുരുതരാവസ്ഥയിൽ വരുന്ന രോഗികളാണ്. അവരെ കൈകാര്യം ചെയ്യണം. ഒരാളിന് പുറകെ വേറൊരാൾ വരികയാണ്, എന്നാൽ മാൻ പവർ അവിടെ കുറവായിരിക്കും. അവർക്കുണ്ടാവുന്ന ആ ഒരു ഹെൽപ്ലെസ്നെസ് എത്രത്തോളം ഉണ്ടാവും. അതുപോലെയാണ് ICUയിലെ കാര്യം. ICUയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. അവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റുള്ളവരെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. അവർക്ക് പലപ്പോഴും ശ്വാസം വിടാൻ സമയം കിട്ടാത്ത രീതിയിലായിരിക്കും അവരവിടെ ജോലി ചെയ്യേണ്ടി വരുന്നത്. ലീവ് എടുക്കാൻ പറ്റില്ല. സ്വന്തം വീട്ടിൽ സ്വന്തം മക്കൾക്ക് അസുഖം വന്നാൽ തിരിഞ്ഞു നോക്കാൻ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ പണിയെടുക്കുന്ന ആളുകൾ, ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകരുണ്ട്. എവിടെ? ICU പോലുള്ള സംവിധാനത്തിൽ. സ്വന്തം മാതാപിതാക്കൾക്ക് അസുഖം വന്നെന്നറിഞ്ഞാൽ അത് അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ അവിടെ നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന ജീവനക്കാരുണ്ട്. പല ഡോക്ടർമാരും നഴ്സുമാരും അവരുടെ നിസ്സഹായാവസ്ഥയും മാനസിക പിരിമുറുക്കവും അധികരിച്ച് ഒറ്റയ്ക്ക് മാറി നിന്ന് പൊട്ടിക്കരയുന്ന അവസ്ഥ നാം കണ്ടിട്ടുണ്ട്. ഈ ചികിത്സയുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ മാറിക്കൊണ്ടിരിക്കുക. അതനുസരിച്ച് ഡോക്ടർമാർ അതുമായിട്ട് പൊരുത്തപ്പെട്ട് വരേണ്ടി വരും. അതുപോലെ തന്നെ പലപ്പോഴും
ഈ രോഗിയുടെ അടുത്ത് പോയി അവരുടെ ശാരീരികമായിട്ട് അടുപ്പം കാണിച്ച് പല പ്രക്രിയകളും ചെയ്യേണ്ടതുണ്ടല്ലോ, നമുക്കറിയാം. എത്രയൊക്കെ മാസ്ക് ഇട്ടാലും ശരി, എത്രയൊക്കെ ഗ്ലൗസ് ഇട്ടാലും ശരി, ആ ഒരു ഭയത്തിലായിരിക്കും അത് ചെയ്തത്. ദീനരോധനം അത് കേൾക്കേണ്ടി വരിക. അതുപോലെ തന്നെ മോറൽ ഡിലമ, അതായത് മെഡിക്കൽ സപ്ലൈസിൻ്റെ, മെഡിക്കൽ ഉപകരണങ്ങളുടെ ലഭ്യതയുടെ കുറവ്, ICU ബെഡിൻ്റെ കുറവ്, വെൻറ്റിലേറ്ററുടെ അഭാവം. പക്ഷേ ആവശ്യക്കാരായ രോഗികളുടെ എണ്ണം ധാരാളം. അപ്പോൾ ഇതിൽ ആരെ രക്ഷിക്കും? ആരെ വിധിക്ക് വേണ്ടി വിട്ടുകൊടുക്കും? അതുപോലെ തന്നെ ഇവർക്ക് പലപ്പോഴും ഈ രോഗികളുടെ ബന്ധുക്കളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. ചിലപ്പോൾ രോഗി മരണപ്പെട്ടു പോയി, ആ വാർത്ത അറിയിക്കേണ്ടി വരും. ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരിക്കും ബന്ധുക്കൾ. ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നവരുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനിടയ്ക്കായിരിക്കും ചിലപ്പോൾ ഇവരുടെ ഡ്യൂട്ടിക്കിടയ്ക്ക് ചിലപ്പം നോക്കുകയാണ്, അവരുടെ കൂടെയുള്ള ഒരു കൊളീഗിന് ചില സിംറ്റംസ് വരുന്നു, കൊറോണയുടെ സിംറ്റംസ്, കോവിഡിൻ്റെ സിംറ്റംസ് വരുന്നു, അല്ലെങ്കിൽ കൊടുത്ത ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായിട്ട് വരുന്നു. അപ്പോഴും സഹപ്രവർത്തനാണ് വന്നിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് അയാൾക്കാണെങ്കിൽ നാളെ എനിക്കല്ലേ എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ടുണ്ടാവും. ഈ ചിന്തയുമായിട്ടായിരിക്കണം പിന്നെയും അവർ രോഗികളെ ശുശ്രൂഷിക്കാൻ നിൽക്കേണ്ടത്. ഇതിനെല്ലാം പുറമെയാണ് ഈ ആരോഗ്യ പ്രവർത്തകർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെയൊക്കെ ആശങ്കകളും മാനസിക പിരിമുറുക്കവും ഒക്കെ എത്രത്തോളം ഉണ്ടാവും. അപ്പോൾ അതുപോലെ ചെറിയ കുഞ്ഞുങ്ങളുള്ള ആരോഗ്യ പ്രവർത്തകരുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഈ കുഞ്ഞുങ്ങളെ ഒന്ന് അടുത്ത് തലോടാനോ അല്ലെങ്കിൽ വാത്സല്യം കൊടുക്കാനോ പറ്റില്ല. നഴ്സുമാർക്ക് കുറേ കൂടെ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ ചെന്നാലും പലപ്പോഴും ചില സ്ഥലങ്ങളിലെങ്കിലും അവഗണന, ചില വീടുകളിലെങ്കിലും നഴ്സുമാർക്ക് അവഗണന കേട്ടിട്ടുണ്ട്. എന്നോട് പലരും ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അയൽപക്കത്തുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് ആ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് വരാം. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ, അതായത് പ്രാഥമികമായിട്ടുള്ള കോവിഡിന് വേണ്ടി പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങൾ. നല്ലൊരാശയമാണ്. പക്ഷേ ഈ ആശയം നല്ലതാണെങ്കിലും ചില സ്ഥലത്തെങ്കിലും അതിൻ്റെ നടത്തിപ്പ് കാര്യക്ഷമമല്ല എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ചില സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും സ്വകാര്യ ആശുപത്രികളിലും ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ നഴ്സുമാർക്ക്, ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് വന്നു എന്നിരിക്കട്ടെ, അവരെ അതേ ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സിക്കും. അതോടൊപ്പം തന്നെ അവരുടെ മെഡിക്കൽ ബില്ല് വാങ്ങുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അവർക്ക് ഈ കോവിഡ് രോഗം വന്നത് അവിടെ ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്നുകൊണ്ടാണ് അവർക്ക് ഈ രോഗം വന്നത്. എന്നിട്ട് പോലും ഈ ബില്ല് അവരിൽ നിന്ന് വാങ്ങുന്ന സംഭവങ്ങളുണ്ട്. മറ്റ് ചില ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാരുടെയും മറ്റുള്ളവരുടെയും സാലറി വെട്ടിക്കുറയ്ക്കുന്നു. കാരണം ഞങ്ങൾക്കിപ്പോൾ വരുമാനമില്ല എന്നാണ് അതിൻ്റെ വിശദീകരണം പറയുന്നത്. എന്നാൽ കോവിഡിൻ്റെ സെൻറ്ററിൽ നിന്ന് നല്ല വരുമാനം ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു പക്ഷേ ആശുപത്രികൾക്ക്, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വരുമാനമില്ലെങ്കിൽ ഈ കോവിഡിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഉള്ള ചെലവെങ്കിലും അധികൃതർ, ഗവൺമെൻറ് വഹിക്കാൻ സന്നദ്ധമാവണം. ഇതിനെല്ലാം പുറമെയാണ് ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും സമൂഹം വേർതിരിച്ച് കാണുന്നത്. അവരെ ഒരു വിവേചനത്തോടുകൂടി കാണും. പലപ്പോഴും അവർക്ക് ഒരു പൊതുസ്ഥലത്ത് പോയി സാധനം വാങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഈ ഡോക്ടർ, ഇത് കോവിഡ് ഡ്യൂട്ടി എടുക്കുന്ന ഡോക്ടറല്ലേ, ഈ നഴ്സ്, അവർ ഇങ്ങനെ കോവിഡ് സെൻറ്ററിൽ ജോലി ചെയ്യുന്ന നഴ്സല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ ഒറ്റപ്പെടുത്തുന്ന സംഭവങ്ങൾ പല സ്ഥലത്തും ഉണ്ട് എന്നുള്ള സത്യമാണ്. അതുപോലെ തന്നെ ഒരു ഡോക്ടർ ഈ രോഗം വന്ന് മരിച്ചുപോയി. ആ ഡോക്ടറെ തന്നെ അദ്ദേഹത്തിന് വേണ്ട ശവസംസ്കാരം വേണ്ട രീതിയിൽ ചെയ്യാൻ പോലും സമ്മതിക്കാത്ത അനുഭവങ്ങൾ നാം കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള സമ്മർദ്ദം താങ്ങാൻ വയ്യാതെ പലരും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്ത കേസുണ്ടായി. വിവേചനമാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം. ഈ ഡോക്ടർമാർ, ഡ്യൂട്ടി എടുക്കുന്ന ഡോക്ടർമാരും നഴ്സുമാർക്കും സമയത്ത് ആഹാരം പലപ്പോഴും കിട്ടാറില്ല എന്നൊരു വസ്തുതയാണ്. കാരണം വീട്ടിൽ പോകാൻ സമയത്ത് വീട്ടിൽ പോകാൻ ഒക്കില്ല. ക്വാർട്ടേഴ്സിലോ ഈ ഹോസ്റ്റലുകളിലോ താമസിക്കുന്നവർക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ചെന്നാൽ പിന്നെ പൊതുസ്ഥലത്തോ അവരുടെ മെസ് ഹാളിലോ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലോ പോയി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട്
ആരോഗ്യ പ്രവർത്തകരും മനുഷ്യരാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കണം, വേണ്ട സപ്പോർട്ട് കൊടുക്കണം, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണം. ഇനി അതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും നാം ശ്രദ്ധിക്കണം. അതുപോലെ ഗവൺമെൻറ്റുകൾ, അധികൃതർ ധാരാളം കാര്യങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. കോവിഡ് രംഗത്ത് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആരോഗ്യ പ്രവർത്തകരുടെ ക്ഷേമത്തിന് വേണ്ടി പലതും ചെയ്യുന്നുണ്ട്, അത് മറച്ചു വയ്ക്കുന്നില്ല. എങ്കിലും ഇനിയും ചില്ലറ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അവർ ഈ കോവിഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൊറോണ വൈറസ് എന്ന് പറയുന്ന അദൃശ്യമായ ശത്രുവിനെ നേരിടുന്ന പടയാളികളാണ്, പോരാളികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ അതിർത്തി നമ്മുടെ ജീവനും സ്വത്തിനും അല്ലെങ്കിൽ സ്ഥലത്തിനും ഒക്കെ സംരക്ഷണം നൽകുന്ന ജവാന്മാർക്ക് കൊടുക്കുന്ന അതേപോലത്തെ സ്ഥാനം, അതേപോലത്തെ പരിഗണന, അതുപോലെയുള്ള ആനുകൂല്യങ്ങളെല്ലാം നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കും കൊടുക്കണം എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. അപ്പോൾ ഇങ്ങനെ പ്രാധാന്യം പരിഗണനയും കൊടുക്കുന്നു എന്ന് അവർക്ക്, ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മറ്റുള്ളവർക്കും തോന്നണമെങ്കിൽ നാം എന്തൊക്കെ ചെയ്യണം? അത് വളരെ ലളിതമാണ്. കൂടുതലായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, അവർ ജോലി ചെയ്യുന്ന ആ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ അത് നല്ല സൗകര്യങ്ങളുള്ളതായിരിക്കണം, നമ്പർ 1. അതുപോലെ തന്നെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലും ഈ ഡ്യൂട്ടി റൂം പോലുള്ള സംവിധാനങ്ങൾ നന്നായിരിക്കണം. സെൻറ്ററിൻ്റെ പരിസരമൊക്കെ നല്ല വൃത്തിയുള്ളതായിരിക്കണം. പല സ്ഥലങ്ങളിലും വൃത്തിയില്ലാതെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൻ്റെ പരിസരത്തൊക്കെ ഈ ഉപയോഗിച്ച PP കിറ്റുകൾ തന്നെ കൊണ്ടിട്ട രംഗങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം വളരെ പ്രോപ്പറായിരിക്കണം. ഡോക്ടർമാർക്ക് കൊടുക്കുന്ന അക്കോമഡേഷൻ, അവർക്ക് കൊടുക്കുന്ന ആഹാരം എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതോടൊപ്പം തന്നെ വാഹനം ആവശ്യമുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കണം. ഡ്യൂട്ടി കഴിഞ്ഞ് ചിലപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുക, സ്ത്രീ ജീവനക്കാരാണെങ്കിൽ, വനിതകളാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് പരിഗണന കൊടുക്കണം, അവർക്ക് യാത്രയ്ക്കുള്ള സംവിധാനം കൊടുക്കണം. പലർക്കും ആഹാരം പിന്നെ വീട്ടിൽ പോയി കഴിക്കാൻ പറ്റാത്തവരുണ്ട്. അവരുടെ അവർക്ക് ആഹാരം കൊടുക്കാനുള്ള ശ്രമം നടത്തണം. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലും ആശ്രിതരാരെങ്കിലും കാണും ആരോഗ്യ പ്രവർത്തകർ, അവരുടെ ക്ഷേമം മുൻനിർത്തി മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവരുടെ സാലറിയിൽ കുറവ് വരുത്താൻ പാടില്ല. ഇവരുടെ ചികിത്സ, അത് ക്വാറന്റൈനിൽ പോകുന്ന ഡോക്ടർമാരാണെങ്കിൽ പോലും ആരോഗ്യ പ്രവർത്തകരാണെങ്കിൽ പോലും അവർക്കും മുന്തിയ പരിഗണനയോടുകൂടി ഞങ്ങൾക്ക് നിങ്ങളെ വേണം എന്ന് തോന്നത്തക്ക രീതിയിലുള്ള പെരുമാറ്റം വേണം. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നാം പറയുന്ന നിങ്ങൾക്ക് വളരെ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുന്നു, നിങ്ങൾ ജവാന്മാരാണ്, നിങ്ങൾ പ്രാധാന്യമുള്ളവരാണ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയാണ് നമുക്കത് മിനിമം തെളിയിക്കേണ്ടത്. ഇനി ആരോഗ്യ പ്രവർത്തകരോട് എനിക്ക് ചിലത് പറയാനുണ്ട്. ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റെല്ലാ പേരോടും, ഓരോരുത്തരോട് ആരൊക്കെയാണ് ഇതിനകത്ത് പങ്കാളികളാണ് അവരോടെല്ലാം എനിക്കിത് പറയാനുണ്ട്. ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവർമാരുൾപ്പെടെ ഞാൻ അവരെല്ലാവരെയും കണക്കാക്കും. അവരെല്ലാം ചെയ്യേണ്ടത്, നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കണം. നിങ്ങളുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. ഒരു ചലഞ്ചായിട്ട് എടുക്കണം. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യം മുന്നിൽ കണ്ട് നിങ്ങൾ വളരെ ഡിറ്റർമിനേഷനിലൂടെ വർക്ക് ചെയ്യാൻ ശ്രമിക്കണം. രോഗികളുടെ മുന്നിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം ഒട്ടും ചോർന്നു പോകരുത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ രോഗികളുടെ മുന്നിൽ ഇടപെടണം. നിങ്ങളുടെ ധൈര്യവും നിങ്ങളുടെ ആത്മവിശ്വാസവുമാണ് അവരെ രോഗത്തിൽ നിന്ന് വേഗം സുഖപ്പെടുത്തേണ്ടത്. അതുപോലെ അവരുമായിട്ട് ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും കഴിയുന്നത്ര അല്പം തമാശ, ഒരു ഹ്യൂമറൊക്കെ ഉപയോഗിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. ഹ്യൂമറിൽ സംസാരിച്ചാലുള്ള ഗുണം നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ പിരിമുറുക്കം ഒന്നായും അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാടുള്ള പേഷ്യൻസ് മറ്റുള്ളവരുടെയും പിരിമുറുക്കം അതൊന്ന് കുറയ്ക്കാൻ അത് സഹായിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സംഘർഷം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇറിറ്റബിലിറ്റി കൂടും. വെറുതെ ആർഗ്യൂ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെ കൂടെ ഉള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവും. ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ കുറഞ്ഞു വരും. മെമ്മറി കുറയും. താൽക്കാലികമായിട്ട് പലതും മറന്നുപോകും. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കാണണം. അതിൻ്റെ ഫലമായിട്ട് എന്ത് വേണം? നിങ്ങൾ ക്ഷമാശീലം ഡെവലപ്പ് ചെയ്യണം.
അതുപോലെ ശാന്തമായിരിക്കാൻ മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിനെ ശാന്തമാക്കണം, ക്ഷമാശീലം കൂട്ടണം. അതുപോലെ നിങ്ങളുടെ യുക്തിപരമായ ചിന്തയെ ചിലപ്പോഴെങ്കിലും ഈ വൈകാരികത വന്ന് മൂടിക്കളയാൻ സാധ്യതയുണ്ട്. ഇനി ഡ്യൂട്ടി കഴിഞ്ഞാലോ, ഡ്യൂട്ടി കഴിഞ്ഞ് നിങ്ങൾ വന്നാൽ നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് അത് മെനക്കെടണം. നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും നിങ്ങൾ സംരക്ഷിക്കണം. നല്ല ആഹാരം കഴിക്കണം, നന്നായിട്ട് ഉറങ്ങണം, മനസ്സിന് നിങ്ങൾ തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യണം. റെസ്റ്റ്, റിലാക്സേഷൻ, റിക്രിയേഷൻ ഇതെല്ലാം കൊടുത്തിട്ട് മനസ്സിനെ ശാന്തമാക്കണം, മനസ്സിനെ പരിപോഷിപ്പിക്കണം. അതുപോലെ നല്ല സുഹൃത്തുക്കളുമായിട്ട് ഫോൺ ചെയ്യണം. വീട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം അങ്ങോട്ട് പങ്കുവയ്ക്കാതെ അവർക്കൊരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ വിവരങ്ങൾ പാസ് ചെയ്യുക. അതുപോലെ മനസ്സിൻ്റെ ആകുല ചിന്തകൾ ശ്രദ്ധിക്കുക. ഈ സമയത്ത് ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വന്നിട്ട് മനസ്സിന് നിറയ്ക്കും. അത് തിരിച്ചറിഞ്ഞിട്ട് കഴിയുന്നതും അങ്ങനെയുള്ള ചിന്തകൾക്ക് സ്ഥാനം കൊടുക്കാതെ നല്ല ചിന്തകൾ, പോസിറ്റീവ് ചിന്തകൾക്ക് സ്ഥാനം കൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, നല്ല മെമ്മറബിൾ ഇവൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ആലോചിച്ച് ചിന്തിച്ച് അതിലൂടെ കടന്നുപോയി മനസ്സിന് പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കാൻ ശ്രമിക്കുക. താല്പര്യമുണ്ടെങ്കിൽ ചെറിയ തരത്തിലുള്ള മെഡിറ്റേഷൻ, അറിയാവുന്ന മെഡിറ്റേഷൻ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ യോഗയുടെ ചെറിയ സ്റ്റെപ്പുകൾ ചെയ്യുക, ലഘുവായിട്ടുള്ള എക്സസൈസ് ചെയ്യാം. ഒരിക്കലും ലഹരി സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ സ്ട്രെസ്സ് മാറ്റാം എന്ന് കരുതരുത്. നിങ്ങൾ ഓരോ ദിവസം ചെയ്ത നല്ല കാര്യങ്ങൾ, കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്ത നല്ല പ്രവർത്തനത്തെ ചാരിതാർത്ഥ്യത്തോടെ ഓർമ്മിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.